ഗ്രിൻഡൽ വേമിന്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കൾച്ചർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫീഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗ്രിൻഡൽ വേം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. ഇപ്പോൾ കൾച്ചർ അവൈലബിൾ ആണ്, നേരത്തെ പറഞ്ഞ പോലെ 50 രൂപയാണ്. ഷിപ്പിംഗ് അറ്റ് പ്രസന്റ് ചെയ്യുന്നില്ല. അത് എന്ത് ചെയ്യുക, ലിക്വിഡ് ഫോമിലുള്ളത് ഷിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫാമിൽ തന്നെ ഒന്ന് കളക്ട് ചെയ്യാം. ഭാവിയിൽ നമുക്ക് ഷിപ്പിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് പ്രസന്റ് നമുക്കിപ്പം ലൈവ് കൾച്ചർ ശേഷം 3-4 അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിരുന്നു മൊയ്ന ഡാഫ്നിയ റെഡിയായി വരുന്നതേ ഉള്ളൂ. ഡാഫ്നിയ സെയിലിന് റെഡി ആയിട്ടില്ല. മൊയ്ന ക്ലിയർ ചെയ്തിട്ടുണ്ട്, മൈക്രോവേം ചെയ്തിട്ടുണ്ട്, ഗ്രിൻഡൽ വേം ചെയ്തിട്ടുണ്ട്, പിന്നെ വിനാഗിരിയിലെ. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രിൻഡൽ വേമിന്റെ കാര്യം കൂടെ നോക്കാം. കാരണം ഗ്രിൻഡൽ വേം നമ്മളിപ്പം നല്ല രീതിയിൽ എനിക്ക് മൂവ്മെന്റ് വരുന്നുണ്ട്. കൾച്ചർ വാങ്ങിച്ചത് റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഗ്രിൻഡൽ വേം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഗ്രിൻഡൽ വേം കാണാത്തവർക്കായിട്ട് ഇതിൽ ഈ കാണുന്ന വളരെ ചെറിയ സൈസ് വൈറ്റ് വോമാണ് നമുക്ക് എന്ത് ചെയ്യുക ഗ്രിൻഡൽ വേം എന്ന് പറയുന്നത്. ഗ്രിൻഡൽ വേം കൾച്ചറിനായി നമുക്ക് മദർ കൾച്ചർ വേണ്ടി വരും. ഇത് നമ്മൾ ചെയ്യുന്ന കൊക്കോപിറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. മൈക്രോവേംസിനൊക്കെ എടുക്കുമ്പോഴത്തേക്കുള്ള സാധാരണ രീതിയിൽ ബേസിൻ തന്നെയായിരിക്കും. അതേ ബേസിൻ തന്നെയാണ് വേണ്ടത്. സംഭവം ചെറിയ സൈസുള്ള ഹോളും കാര്യങ്ങളൊക്കെ മതിയാവും. ഇതിന് ഫീഡായിട്ട് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഗ്രോവലിന്റെ ഫീഡ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രിഡിഗ്രിയോ അതേപോലത്തെ വരുന്ന ചെറിയ ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ചെറിയൊരു നെറ്റോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒരു തുള്ളി വെള്ളം വീത്തി ഈ വേമും കൂടെ കുറച്ച് അതിലിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഡെവലപ്പ് ആയിട്ട് അതിൽ നമുക്ക് ഇത് കളക്ട് ചെയ്ത ശേഷം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് മാത്രം ഫീഡ് ചെയ്യുക. വളരെ ഡേ ഓൾഡ് ആയിട്ടുള്ളതിന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരുവിധം കുറച്ചുകൂടി സൈസ് ആയിട്ടുള്ളതിന് മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. ലൈഫ് ഫീഡ് കൊടുക്കുമ്പോഴുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. സാധാരണ രീതിയിൽ നമുക്ക് ഒരു മൈക്രോവേംസ് കഴിഞ്ഞ ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീഡാണ് എന്ത് ചെയ്യുക ഈ ഗ്രിൻഡൽ വേം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഗ്രിൻഡൽ വേമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നോക്കാം. ഓക്കെ.